ഈസ് എ കോൺസ്റ്റന്റ്. ആദ്യം തന്നെ ചെയ്യുന്നത് നിങ്ങളുടെ പുതിയ ഫ്രണ്ട്സിന്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാണ്ടിരിക്കുക. ചൂസ് ഫ്രണ്ട്സ് വൈസ്ലി. ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും ഞാൻ നോർമലി ചെയ്യുന്നതിനേക്കാളും. ബിക്കോസ് ഇപ്പോൾ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈവൻ ഞാനിപ്പോൾ 2 years കോളേജിൽ ജോയിൻ ചെയ്തിട്ട്. സോ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും ബോർഡ് എക്സാം കഴിഞ്ഞിരിക്കുന്നത് വാച്ച് ചെയ്യാം. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വാച്ച് ചെയ്യാൻ പറയാം. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ടോപ്പിക് തന്നെ പിക്ക് യുവർ പേഴ്സണാലിറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ എൻ്റെ പേഴ്സണാലിറ്റി എനിക്കറിയില്ല. അങ്ങനെയല്ല, ഇപ്പം നമ്മളുടെ വീട്ടിൽ നിന്നൊരു പുതിയ എൻവയോൺമെൻറ്റിലേക്ക് മാറുമ്പോൾ നമ്മുടെ ആ ഒരു എൻവയോൺമെൻറ്റ് സർക്കിൾ ചേഞ്ച് ആകുമ്പോഴായിരിക്കും നമ്മളെന്താണ്, നമ്മളെങ്ങനെയാണ്, നമ്മളെന്തോരം സ്ട്രോങ് ആണ് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാം. കാരണം ഇപ്പോൾ ഫാമിലിയിലായിരിക്കുമ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും നമ്മുടെ കൂടെ നമ്മുടെ ലവ്ഡ് വൺസ് ഉണ്ടാവും അല്ലേ. സോ ബട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, മെജോറിറ്റി നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളൊരു പോയിന്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് നമ്മളെ കൺസിഡർ ചെയ്യാനോ നമ്മളെ അത് കേൾക്കാൻ പോലും ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. സോ അത് ബേസ്ഡ് ഓൺ യുവർ ലക്ക് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ആദ്യം തന്നെ ചെന്നാൽ നിങ്ങളുടെ പുതിയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാണ്ടിരിക്കുക. ഓക്കെ, ദാറ്റ് വാസ് ബെറ്റർ ഫോർ യു ഫ്യൂച്ചർ. ബിക്കോസ് ആദ്യമേ ചെന്ന് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവർ നമ്മളെ മിസ്ജഡ്ജ് ചെയ്യും. കാരണം നമ്മളുടെ ക്യാരക്ടർ അവർക്ക് എന്താണെന്ന് അറിയില്ല, നമ്മളെങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. സോ അതറിയാണ്ട് നമ്മളുടെ കാര്യങ്ങൾക്ക് പോയി നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവരത് മിസ്ജഡ്ജ് ചെയ്യാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് ആദ്യം ശ്രദ്ധിക്കും. ദെൻ എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ചൂസ് ഫ്രണ്ട്സ് വൈസ്ലി. അപ്പം നിങ്ങൾ വിചാരിക്കും, ഫ്രണ്ട്സ് അല്ലേ, അത് നമ്മൾ അങ്ങനെ എടുക്കണോ, അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ബട്ട് ഒരു പരിധി വരെ അങ്ങനെയാണ്. അതായത് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ക്യാരക്ടർ എന്താണ്, നമ്മളെ അതേ രീതിയിൽ നമ്മളെന്താണ് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ഗുഡ് പീപ്പിൾസിനോട് നിങ്ങൾ കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവരോട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. സോ നമ്മൾക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽ വരുമ്പോൾ എപ്പോഴും നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരുണ്ടാവും. സോ നമ്മളുടെ ക്യാരക്ടർ എന്താണോ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നിങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ കോളേജിൽ പോകുന്നത് മെയിൻലി എന്തിനാണ്, സ്റ്റഡീസാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റഡീസിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കാം. കാരണം ഇപ്പോൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർ എന്തിനാ വന്നത് തന്നെ മറക്കും അല്ലേ. പുതിയ ഫ്രണ്ട്സ് അങ്ങനെ ഒരു പുതിയ ഒരു എൻവയോൺമെൻറ്റ് ആകുമ്പോൾ മേ ബി നമ്മൾ അതിലൊക്കെ കുറച്ച് ഒരു പ്രയോറിറ്റി കൊടുക്കില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും സ്റ്റഡീസിന് തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ദെൻ ഉള്ള കാര്യങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റീസ് ആയിട്ട് കൊടുക്കാവൂ. നിങ്ങൾക്ക് കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ഫീൽ അടിക്കും. കോളേജ് ഡ്രോപ്പ് ചെയ്യുക അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കുക, നിങ്ങളുടെ ഈ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 4 years ആണ്. ആ ഇയേഴ്സ് വേഗം തന്നെ കഴിയും. അപ്പോൾ പിന്നെ ആ ഒരു ഇൻസിഡൻറ്റ് ലൈഫിലും അങ്ങനെ നിലനിൽക്കില്ല. സോ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതൊക്കെ താനേ ഓക്കെ ആവുന്നു. മാക്സിമം അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരുന്നാൽ നിങ്ങൾക്കത് ഓർത്ത് വെറീഡ് ആവേണ്ട പ്രശ്നം ഉണ്ടാവില്ല. ബോർഡ് എക്സാം കഴിഞ്ഞിരിക്കുന്നവർക്ക് ഇനി സമ്മർ ബ്രേക്ക് ആയിരിക്കും. സോ ഡോണ്ട് വേസ്റ്റ് യുവർ സമ്മർ ബ്രേക്ക്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. സോ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോളേജ് ലൈഫ് കുറച്ച് എൻഗേജ്ഡ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സർവൈവിങ് ഫാഷനബിളി. അതായത് നമ്മൾ കോളേജിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും, അത്രയും നാൾ നമ്മളൊരു സ്കൂൾ ലെവലായിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക. നമ്മൾ കോളേജിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴായിരിക്കും അവിടെ എന്ന് പറയുമ്പോൾ പല കൾച്ചറുള്ളവർ, പല സ്ഥലത്തു നിന്ന് വന്നവരായിരിക്കും. സോ കുറച്ചുകൂടി നിങ്ങൾക്ക് നമ്മളുടെ ഫാഷൻ സെൻസ്, നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മളിൽ തന്നെ ബെസ്റ്റ് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിലായാലും അതുപോലെ തന്നെ നമ്മളെ ഫിസിക്കൽ ആ ഒരു ഇതിലായാലും ഒരു കോളേജിലെത്തുമ്പോഴായിരിക്കും. സോ കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്
ചേഞ്ച് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ചേഞ്ച് ആവുന്നതിലൂടെ അതായത് നമുക്ക് കുറച്ചുകൂടെ ഫാഷനബിളി ആയിട്ട് അതിപ്പോൾ ഓൾമോസ്റ്റ് കോളേജിൽ എത്തുമ്പോഴായിരിക്കും എല്ലാവരും പറഞ്ഞ കേൾക്കും സ്കൂളിൽ എങ്ങനെ നടന്നിരുന്നു കോളേജിൽ എത്തിയപ്പോൾ ഇപ്പോൾ സെക്സായിട്ട് നടക്കുന്നത് പറയാൻ കേട്ടിട്ടില്ലേ. സോ അതുപോലെ നമ്മൾ കുറച്ച് ഫാഷനബിളി ആയി കഴിയുമ്പോൾ ലൈക്ക് നമ്മൾ തന്നെ ഒരു സെൽഫ് ലവ് ഉണ്ടാവും നമുക്ക്. നമ്മൾ അവിടെ നിന്ന് ഇത്രയും ചേഞ്ച് ആയല്ലോ എന്നുള്ള തോട്ട് നമ്മുടെ മൈൻഡിൽ തന്നെ വരും. ബെസ്റ്റ് ലേണിംഗ് ഇൻ എ കോളേജ് ഇസ് ഇഗ്നോറൻസ് ഇസ് എ ബ്ലെസ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു പീരീഡിലായിരിക്കും, ഈ ഇഗ്നോറൻസ് ഫേസ് ചെയ്യുന്ന പീരീഡിലായിരിക്കും നിങ്ങൾക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുക, നിങ്ങൾ എന്തോരം സ്ട്രോങ് ആണ്, നിങ്ങൾ എന്തോരം ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് നിങ്ങൾ ഫേസ് ചെയ്യേ വേണം. ഓക്കെ, സോ ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് എന്തോരം നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ നോ യുവർ പേഴ്സണാലിറ്റി. ആ ഒരു നമ്മളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ നമുക്ക് അതിനുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും. നമ്മൾ എന്തോരം നമ്മൾ ഡെവലപ്പ് ആവണം, ഇനി ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമ്മൾ എന്തോരം ഡെവലപ്പ് ആണെന്ന് ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. സോ അങ്ങനെ പയ്യെ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, നമുക്ക് എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഒരു നമ്മളുടെ ഈ കോളേജ് ഡ്യൂറേഷൻ കഴിയുന്നവരെ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് മുന്നേ അത് സോൾവ് ആവും. ഓക്കെ, സോ നമ്മൾ ഒരിക്കലും നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആവുന്ന രീതിക്കുള്ള ഒരു ആക്ടിവിറ്റീസ് ആയാലും ഒരു തിങ്കിങ് ആയാലും നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കാരണം കൂടുതലും നമ്മളുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴായിരിക്കും നമ്മൾക്കും ആകെ ഡൗൺ ആയി, നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ബാഡ് ഇൻസിഡൻ്റ് ആയാലും എന്ത് ഇൻസിഡൻ്റ് ആയാലും അത് ലൈഫ് ലോങ് ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് വിൽ ഓൾസോ ചേഞ്ച്. ഓക്കെ, ചേഞ്ച് ഇസ് എ കോൺസ്റ്റൻറ്റ് തിങ്. സോ അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ റിയലൈസ് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. Then touch with the people who are really important to you, really concern your problems, concern your values. വാല്യൂസ് എന്താണോ അത് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. അവരെ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലായാലും കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർ നമ്മൾ ഫാമിലി, നമ്മളുടെ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, നാട്ടിലൊക്കെ ഗ്യാങ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഫ്രണ്ട്സ്, പ്ലസ് ടുവിലെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവരായിട്ട് സ്റ്റേ കണക്റ്റഡ് ആയിട്ട് നിൽക്കും. ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ജസ്റ്റ് 3-4 years ആണ്, അതിന് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു കിട്ടില്ല. സോ എന്ത് സിറ്റുവേഷനാണ് അത് വൈസ്ലി ചൂസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ഒരു 3-4 years കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഓർക്കാനുള്ള മെമ്മറീസ് ഉണ്ടായിരിക്കണം. ദെൻ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ഹൈസ് ആൻഡ് ലോസ് ഉണ്ടായാലും ഡോണ്ട് ഗോ ടു എനി ബാഡ് ഹാബിറ്റ്സ്, ബിക്കോസ് മേ ബി നിങ്ങൾ ഫ്യൂച്ചറിൽ അത് റിഗ്രറ്റ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി അറിയാവുന്ന ഇഷ്യൂസ് അറിയാമല്ലോ നമുക്ക്. സോ ആരും വേറൊരു ബാഡ് ഹാബിറ്റ്സിലും പോവാണ്ട് എന്ത് നെഗറ്റീവ് തോട്ട്സ് വന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളായി മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പീപ്പിൾസ് നമ്മുടെ അറൗണ്ട് ഉണ്ട്. നിങ്ങളത് മേ ബി കാണാഞ്ഞിട്ടായിരിക്കും. നിങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മളുടെ ഫാമിലി നല്ല കുറേ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവും. സോ അങ്ങനെയുള്ളവരായിട്ട് നമ്മളായിട്ട് മനസ്സിലാക്കുന്നവരിലേക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. സോ അവർ അതിനുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് അവരോട് പറയുമ്പോൾ തന്നെ അവർ ഒരു പ്രീജഡ്ജ് ചെയ്യില്ല എന്നുള്ളൊരു തോട്ട് നമുക്കുള്ളപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. ഓക്കെ, ഒരു 3-4 yearsലെ കാര്യമാണ്, അത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ മാക്സിമം അത് ആ ഒരു ടൈമിൽ തന്നെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്സ് ബോണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ ഒരിക്കലും നമ്മുടെ കോളേജ് ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഒരു റിഗ്രറ്റ് ആയിരുന്നു എന്ന് പറയരുത്. ഓക്കെ, നല്ല കോളേജ് ചൂസ് ചെയ്യാൻ, നല്ല കോഴ്സ് ചൂസ് ചെയ്യാൻ മാത്രമേ നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് പറയാനുള്ളത് പേഴ്സണലി നിങ്ങൾ മാക്സിമം ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സാണ് ചൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. സോ അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ജോബ് ഈസിലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കണം. നോർമൽ ഡിഗ്രി കോഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യണം, നമുക്കൊരു ജോബ് കിട്ടാൻ അധികം ചാൻസസ് ഇല്ല. സോ മാക്സിമം എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഫഷണൽ കോഴ്സസ്, കുറേ കോഴ്സസ് ഉണ്ട്, അത് മെഡിക്കൽ കോഴ്സസ് തന്നെ ആവണം എന്നില്ല, ഇഷ്ടംപോലെ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. സോ അതെല്ലാം ചൂസ് ചെയ്ത് നിങ്ങളുടെ കരിയർ എല്ലാം അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതുപോലത്തെ കണ്ടൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ഓക്കെ, ടാറ്റാ.